നമ്മൾ പ്ലസ് വൺത്തും പ്ലസ് ടുത്തും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു നമ്മളിപ്പോൾ ചില ആൾക്കാരല്ലോ ചില ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് അങ്ങനത്തെ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഈ ഒരു ഷെഡ്യൂളിൽ ഇന്നിപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വെറുതെ വേസ്റ്റ് ആയി പോകുമല്ലോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം ഓൾറെഡി ഏതെങ്കിലും ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ ചാപ്റ്റേഴ്സ് എല്ലാം ഞാനത് അയക്കേണ്ടിയിട്ട് കാത്തിരിക്കാതെ ബാക്കി ചാപ്റ്റേഴ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രി മാത്സിൻ്റെത് എല്ലാ ചാപ്റ്ററിൻ്റെയും സൊല്യൂഷൻസ് ഞാനൊരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഇതിലേക്ക് ഒരു ഫോൾഡറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അത് ആക്സസ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ വന്നത്. അതിപ്പോൾ ഞാൻ പ്ലസ് വൺത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഈ ലിങ്ക് അടിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ വേറൊരു അക്കൗണ്ട് എടുക്കുവാണ്. എന്നിട്ട് ഇതിപ്പോൾ ഓപ്പണായി. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിലിപ്പം പ്ലസ് വൺ കെമിസ്ട്രി, പ്ലസ് വൺ മാത്സ്, പ്ലസ് വൺ ഫിസിക്സ്. ഇപ്പോൾ ഞാൻ ഇതിലും കെമിസ്ട്രി അടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവും കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, ഇക്വിലിബ്രിയം, ഹൈഡ്രോ കാർബൺ, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എല്ലാം ഇതിലുണ്ട്. ഞാനിപ്പോൾ ഏതെങ്കിലും സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന PDF ഇങ്ങനെ അടിക്കുക. അന്നേരം എന്ത് വന്ന് ഇതിൻ്റെ നോക്കിയുമ്പോൾ ഇതിൻ്റെ NCERT സൊല്യൂഷൻസ് ഇത് കണ്ടോ, NCERT സൊല്യൂഷൻസ് സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ. അതേപോലെ ഞാൻ വേറെ ഏതെങ്കിലും ഹൈഡ്രോ കാർബൺസ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്ന്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഇത് കെമിസ്ട്രീൻ്റെ കാര്യം. അതേപോലെ മാത്സത്തെയും എത്ര വാർഡുണ്ട് എനിക്ക് തോന്നുന്ന 14-15 വാർഡായിട്ടുണ്ട്. ആ 15 വാർഡത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്ലസ് വൺ ഫിസിക്സിൻ്റെതും എത്രയോ 14 പാഠോളം ഉണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലസ് വൺത്തെ സ്ഥിതി. ഇനി നമ്മൾ പ്ലസ് ടുവിൻ്റെയിലേക്ക് വരുമ്പോൾ പ്ലസ് ടുവിൻ്റെ കാറിൻ്റെത് ഈ ഒരു ലിങ്ക് അടിക്കുക. ഒരു അക്കൗണ്ട് ഏതെങ്കിലും അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുക. പിന്നെ ഇതായി പ്ലസ് ടു കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഇതിലുണ്ട് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ, ഫീനോൾ, ഈതർ. ഇതിലടിച്ചു കഴിഞ്ഞാൽ ഏതാ വരിക, ഇതിപ്പോൾ നമ്മൾ ആൽക്കഹോൾ, ഫീനോൾ, ഈതറിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. എമീൻസിൻ്റെത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ എമീൻസിൻ്റെ വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിനാണെങ്കിലും എല്ലാത്തിനും ഇവിടെ സൊല്യൂഷന് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ടു മാത്സ് ഇത്ര കാര്യം ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, എത്ര പാടുണ്ടുള്ളി 13 പാടായിട്ടുണ്ട്. അതേപോലെ പ്ലസ് ടു ഫിസിക്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് കയറിയിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന സൊല്യൂഷൻസൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്.